എവിടെ പോയതാ? കാവടി ഉള്ളിൽ പോകുന്നുണ്ടല്ലോ, ഇപ്പൊ എന്താ പറ്റി? ഞാനേ ഈ ബ്ലൗസ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോയതാ. കണ്ടോ, ഇതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വെച്ചിട്ട് ഇങ്ങനെ ആരി വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കാൻ പോയതാ. പക്ഷെ വില കേട്ട് ഞാൻ ഞെട്ടി. അപ്പം ഞാൻ കരുതി എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇതിനകത്തിൽ എൻ്റെ കയ്യിൽ കുറച്ച് കട്ട് ബീഡ്സ് ഒക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുത്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ബ്ലൗസ്. പ്ലെയിൻ ബ്ലൗസ് അല്ല, ബ്രൊക്കേഡ് ബ്ലൗസാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് പോകുന്നത്. അതായത് നമ്മളൊരു ബ്രൈഡൽ ബ്ലൗസൊക്കെ ചെയ്യാനുള്ളൊരു ത്രാണി നമുക്കില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചെയ്യുന്നതല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊരു ബ്ലൗസ് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഗസ്റ്റ് ലുക്ക് അപ്പിയറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഗസ്റ്റ് ലുക്ക് ആകുമോ അതോ ഗോസ്റ്റ് ലുക്ക് ആകുമോ എന്ന് അവസാനം കണ്ടറിയാം. അപ്പോൾ ആദ്യമേ ഒരു ഡിസൈൻ ട്രൈ ചെയ്തു, പിന്നെ അത് അടാറ് ബോറായിരിക്കും എന്ന് കരുതി പിന്നെ നമ്മൾ അടുത്തൊരു ഡിസൈനിലോട്ട് പോവുകയാണ് ചെയ്തത്. അവസാനത്തെ ഫിനിഷിംഗ് ലുക്കൊക്കെ കണ്ടിട്ട് ഞെട്ടരുത്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ വരും. അപ്പോൾ ഏറ്റവും അവസാനം ഹാങ്ങിങ്സും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കിനും വലിയ തിരക്കേടില്ലാതെ നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതൊന്ന് ഉടുത്ത് കാണാം. പക്ഷേ ഫൈനൽ ലുക്കിലെത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമൊക്കെ തോന്നി. വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്, അതും ഹാൻഡ് വർക്ക് വരുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നമുക്ക് കടയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുങ്ങി പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തന്നെ കൈത്തയ്യൽ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇത് ചെയ്യാനെടുക്കുന്ന സമയമുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഞാൻ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒരു ദിവസം ഫുൾ എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ക്ഷമ വേണം കേട്ടോ. ഇത് കുറച്ചേറെ സമയം നമുക്ക് വേണ്ടി വരും.